ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വെഞ്ചൂരിമീറ്ററിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുത്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? വെഞ്ചൂരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെർണോളിസ് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഇതാണ് വെഞ്ചൂരിമീറ്റർ. വെഞ്ചൂരിമീറ്ററിന്റെ അകത്ത് പിന്നെ എന്താണ്? നമ്മൾ ഡിസ്ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ വെഞ്ചൂരിമീറ്ററിന്റെ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? Q തിയററ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ആക്ച്വൽ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരുന്നു? നമ്മളവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ എത്രയായിരുന്നു? 0.95 to 0.98 ആയിരുന്നു വാല്യൂ. ഓക്കെ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? എ ഹൊറിസോണ്ടൽ വെഞ്ചൂരിമീറ്റർ വിത്ത് ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഡയമീറ്റർ 30 cm ആൻഡ് 15 cm റെസ്പെക്റ്റീവ്ലി ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ ഓഫ് വാട്ടർ. ദ റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ദ ത്രോട്ട് ഈസ് 20 cm ഓഫ് മെർക്കുറി. Determine the rate of flow. Take CD equal to 0.98. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? ഇവിടെ Q ആക്ച്വൽ എത്ര എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? Q ആക്ച്വൽ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. Q ആക്ച്വൽ ഇക്വേഷൻ എന്തായിരുന്നു? CD into A1 A2 divided by root of A1 square minus A2 square into root of 2GH. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷന്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കിനി എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നേക്കുന്നത്? ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്? ഗിവൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? നമുക്ക് എന്താണ്? D1 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ട് D1 എന്താണ്? ഇൻലെറ്റിന്റെ ഡയമീറ്റർ. അത് എത്രയായിരുന്നു? 30 cm ആണ് തന്നിട്ടുണ്ട്. അത് ഇക്വൽ ടു എത്രയാണ്? 0.3 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. പിന്നെ D2 എത്രയാണ് തന്നിട്ടുണ്ട്? അത് എത്രയായിരുന്നു? 15 cm. ദാറ്റ്സ് ഈക്വൽ ടു 0.15 മീറ്റർ. പിന്നെ അടുത്ത് തന്നേക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ ഇവിടുത്തെ റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ദ ത്രോട്ട്. അപ്പൊ നമുക്ക് എന്താണ്? എക്സിന്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. എക്സിന്റെ വാല്യൂ എത്ര നമുക്ക് തന്നേക്കുന്നത്? 20 cm എന്നാണ്. 20 cm ഓഫ് മെർക്കുറി. നോക്കിക്കേ, നമുക്ക് ഇതിന്റെ വെഞ്ചൂരിമീറ്ററിനകത്തോടെ എന്താണ്? വാട്ടർ ആണ് പോകുന്നത്. വാട്ടർ പോകുമ്പോൾ വാട്ടർ എന്ന് പറയുന്നത് മെർക്കുറിയെക്കാട്ടിലും എന്താണ്? ലൈറ്റർ ലിക്വിഡ് ആണ്. അപ്പൊ നമ്മുടെ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH മൈനസ് S മൈനസ് 1. എന്തായിരുന്നു SH എന്ന് പറഞ്ഞാൽ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ്. അപ്പൊ എന്തായിരുന്നു? ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 0. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് സെന്റിമീറ്റർ തന്നെ ചെയ്താൽ മതി. അപ്പൊ 20 ഇൻറ്റു 13.6 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ എത്രയായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി 1 മൈനസ് 1. അപ്പൊ എത്ര ആയിരിക്കും എന്ന്? 20 ഇൻറ്റു എത്ര? 12.6 ആണ്. എത്ര കിട്ടും വാല്യൂ? നമുക്ക് ആൻസർ കിട്ടുക 252 cm ഓഫ് വാട്ടർ എന്നാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. പിന്നെ ഫസ്റ്റ് നമുക്ക് A1ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. A1 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5/4 ഇൻറ്റു 30 സ്ക്വയർ. എത്ര കിട്ടും? ഞാൻ എഴുതാൻ പോവാണ്. 706.85 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ A2ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5/4 ഇൻറ്റു 15 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 176.7 centimeter square.
ഇത് രണ്ടുമാണ് ഇവിടുത്തെ വാല്യൂ കിട്ടിയേക്കുന്നത്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്യൂ ആക്ച്വലിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ ആക്ച്വലിന്റെ വാല്യൂ എങ്ങനെ ആയിരിക്കണം? സി ഡിയുടെ വാല്യൂ എത്ര നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത്? 0.98 ഇൻറ്റു എന്താണ് A1ന്റെ വാല്യൂ എത്ര? 706.85 മൈനസ് ഇൻറ്റു 176.7 divided by root of 706.85 square minus 176.7 square into root of 2 into 9.81 into Hന്റെ വാല്യൂ എത്രയായിരുന്നു? 252. എത്ര കിട്ടും ആൻസർ? ഓക്കെ, ആൻസർ 125.756 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാണ് കിട്ടിയേക്കുന്നത്. 12832 അല്ല, ഇത് ആൻസർ കിട്ടുമോ നോക്കിക്കേ. ഈ ആൻസർ കിട്ടിയല്ലോ. അപ്പം നമുക്കിത് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണ്. അപ്പം ഇതിനെ നമുക്ക് എന്താണ് ലിറ്റേഴ്സ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം എന്താണ് 125.756 ഡിവൈഡഡ് ബൈ 1000 ഇതാക്കുമ്പോൾ നമുക്ക് എന്താണ് ലിറ്റേഴ്സ് പെർ സെക്കൻഡ് കിട്ടും. അപ്പം എത്ര ആയിരിക്കും? 125.756 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുത്തേ. എ ഹൊറിസോണ്ടൽ രണ്ടും സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ. എ ഹൊറിസോണ്ടൽ വെഞ്ചൂരിമീറ്റർ with inlet diameter 20 cm and throat diameter 10 cm is used to measure the flow of oil of specific gravity 0.8. The discharge of oil through venturimeter is 60 liters per second. Find the reading of the oil mercury differential manometer. Take CD equal to 0.9. Question എഴുതിയെടുത്തേ. ഓക്കെ, ഞാൻ പ്രോബ്ലം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ വെഞ്ചൂരിമീറ്റർ ഉണ്ട്. അതിന്റെ ഇൻലെറ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? എന്താണ് D1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, D1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെന്റിമീറ്റർ. D2ന്റെ വാല്യൂ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 0.8 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ക്യൂ ആക്ച്വലിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 60 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. പിന്നെന്താണ്? സി ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.98. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നേക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് എന്താ? നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്ത പ്രോബ്ലം റിവേഴ്സ് ആയിട്ട്, മുമ്പേ ചെയ്ത പ്രോബ്ലത്തിന് റിവേഴ്സൽ ഫോമിലാണ്. ഒന്ന് ചെയ്ത് നോക്കിക്കേ തന്നെ. ഓക്കെ, ചെയ്തോ നിങ്ങള്? ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഡയമീറ്റർ D1 തന്നിട്ടുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള A1ന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. A1ന്റെ വാല്യൂ എത്ര ആയിരിക്കും വരുന്നത്? π/4 ഇൻറ്റു 20 സ്ക്വയർ. എത്ര കിട്ടും? 314.16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ A2ന്റെ വാല്യൂ എത്ര ആയിരിക്കും? π/4 ഇൻറ്റു 10 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക? 78.54 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞും കിട്ടി. ഈ രണ്ട് വാല്യൂയും കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ് അറിയാവുന്നത്? ക്യൂ ആക്ച്വലി നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂ ആക്ച്വലിന് എന്താണ്? 60 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്താണ് മീറ്റർ പെർ സെക്കൻഡ്, സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് 60 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടിയത്? എന്താണ്? അപ്പൊ നമുക്ക് എന്താണ് യൂണിറ്റ് കിട്ടുന്നത്? സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ക്യൂവിന്റെ ഇക്വേഷൻ, ക്യൂ ആക്ച്വൽ ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 1000 ഈക്വൽ ടു സി ഡിയുടെ വാല്യൂ എത്രയാണ്? എന്താണ് ക്യൂ ആക്ച്വലിന്റെ ഇക്വേഷന്?
ക്യൂ ആക്ച്വൽ ഇക്വേഷൻ എന്തുവായിരുന്നു? CD ഇൻറ്റു A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. അപ്പോൾ എന്താണ് നമുക്ക് എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് 60 ഇൻറ്റു 10⁻³ ഈക്വൽ ടു CD വാല്യൂ എത്രയാണ്? 0.98. 0.98 ഇൻറ്റു A1 വാല്യൂ എത്രയായിരുന്നു? 314.16 ഇൻറ്റു 78.54 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 314.16 സ്ക്വയർ മൈനസ് 78.54 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു H. ഓക്കെ, ഇതിൻ്റെ അകത്ത് Hന്റെ വാല്യൂ എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയോ? 60 ഇൻറ്റു 10⁻³ ഈക്വൽ ടു 1071068.78 റൂട്ട് H ഡിവൈഡ് ബൈ 304 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടിയോ? അതിൻ്റെ അകത്തുനിന്ന് റൂട്ട് H എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? 60 ഇൻറ്റു 10⁻³ ഇൻറ്റു 304 ഡിവൈഡഡ് ബൈ 1071068.78. അപ്പം നമുക്ക് H ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ 2289.98 സെൻറ്റിമീറ്റർ ഓഫ് ഓയിൽ എന്ന് പറഞ്ഞ് കിട്ടും. ഇതിന് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇതിനെ ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി എഴുതുവാണെങ്കിൽ 290 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്റർ ഓഫ് ഓയിൽ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചെറിയൊരു എററും എല്ലാം വന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് Hന്റെ ഇക്വേഷൻ അറിയാം. H ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? X ഇൻറ്റു SH ഡിവൈഡഡ് ബൈ S മൈനസ് 1. നമുക്ക് എന്താണ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Hന്റെ വാല്യൂ എത്രയാണ്? 290 ഇൻറ്റു SHന്റെ വാല്യൂ എത്രയാണ്? 13.6 ഡിവൈഡഡ് ബൈ 0.8 മൈനസ് 1. ഇപ്പോൾ എത്ര കിട്ടും എക്സിന്റെ വാല്യൂ? ചെയ്ത് നോക്കിക്കേ. ആൻസർ 18.12. എല്ലാവരും കിട്ടിയല്ലോ. 18.12 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ. A 30 cm into 15 cm venturi meter is inserted in a vertical pipe carrying water flowing in the upward direction. A differential mercury manometer connected to the inlet and throat gives a reading of 20 cm. Find the discharge. Take CD equal to 0.98. Question എഴുതിയെടുത്തേ. ഓക്കെ, എന്തുവായിരുന്നു ക്വസ്റ്റ്യൻ അത് പറഞ്ഞത്? നമുക്കൊരു വെഞ്ചൂരി മീറ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ 2 പോയിന്റിൽ നമ്മൾ എന്താണ് ഒരു 30 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വെഞ്ചൂരി മീറ്ററിൻ്റെ 2 സൈഡിൽ നമ്മൾ എന്താണ് ഒരു വെർട്ടിക്കൽ പൈപ്പിൻ്റെ എന്താണ് പോകുന്നിടത്തോട് നമ്മൾ കണക്ട് ചെയ്തേക്കണം. അവിടുത്തെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ അകത്ത് എന്താണ് വാട്ടറും ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പം CD കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഒരു കണ്ടീഷന് നമ്മൾ എന്താണ് ഇഫ് ദ വെഞ്ചൂരി മീറ്റർ ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പഠിച്ചായിരുന്നു. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് തന്നേക്കുന്നത് കണ്ടുപിടിക്കും. D1 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു തന്നേക്കുന്നത്? 30 സെൻറ്റിമീറ്റർ. therefore A1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എന്ന് π/4 ഇൻറ്റു 30 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 706.85 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത D2 എന്ന് പറയുമ്പോൾ എത്രയാണ് തന്നേക്കുന്നത്? 15 സെൻറ്റിമീറ്റർ. A2 എന്ന് പറയുമ്പോൾ എത്രയാണ്? π/4 ഇൻറ്റു 15 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരുന്നത്?
176.7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. ഇനി അടുത്ത എന്താണ്, നമുക്ക് എച്ച് എത്ര എന്ന് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്, P1 മൈനസ് P1 ഡിവൈഡഡ് ബൈ ρg പ്ലസ് ഇസഡ് മൈനസ് P2 ഡിവൈഡഡ് ബൈ ρg ഇൻറ്റു പ്ലസ് Z2 ഇന്നെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എച്ചിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണ്ടേ, എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് മൈനസ് 1. മുമ്പത്തെ ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ മുമ്പേ നമുക്ക് ഫസ്റ്റത്തെ ഇപ്പം നമ്മുടെ എന്താണ് വെഞ്ചൂരിമീറ്റർ ഹൊറിസോണ്ടലാണ്, നമുക്ക് ഇവിടുത്തെ എക്സിഡന്റ് ടേം പറഞ്ഞ് കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടെ ആണെന്ന് പറയുമ്പോൾ എന്താ ഇസഡിന്റെ വാല്യൂ കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇവിടുത്തെ എച്ച് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു, 20 ഇൻറ്റു 13.6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 20 ഇൻറ്റു 12.6 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 252 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. നമ്മൾ മുമ്പേ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. എൻ്റെ അകത്ത് വെഞ്ചൂരിമീറ്റർ വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സി ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 0.98. therefore എന്താണ്, Q ആക്ച്വലി ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. എന്തായിരിക്കും സി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത്, എത്ര ആയിരിക്കും, 0.98 ഇൻറ്റു A1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 706.85 ഇൻറ്റു 176.7 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 706.85 സ്ക്വയർ മൈനസ് 176.7 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 252. ഇപ്പം എത്ര കിട്ടും ആൻസർ എന്ന് നോക്കിക്കേ. ഓക്കെ, ആൻസർ എത്ര കിട്ടി, 125.756 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. അതിനെ ലിറ്ററിലോട്ട് 1257.756 ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടിയല്ലോ.